ഹലോ സ്റ്റുഡൻസ്, ഈസി അക്കൗണ്ടിങ്ങിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററാണ് ലെഡ്ജർ അഥവാ ക്ലാസിഫിക്കേഷൻ ഫംഗ്ഷൻ. നമുക്കറിയാം, അക്കൗണ്ടൻസിയുടെ ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ച സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഫംഗ്ഷൻ ആയിരുന്നു റെക്കോർഡിംഗ്. റെക്കോർഡിംഗ് ഫംഗ്ഷൻ നമ്മൾ നടത്തുന്നത് ജേർണലൈസിംഗ് ആണ്. എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെയും ഓൾ ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ വി ആർ ജേർണലൈസിംഗ്. ആ ജേർണലൈസിംഗ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ഫംഗ്ഷൻ. ക്ലാസിഫിക്കേഷൻ ഫംഗ്ഷൻ നമ്മൾ നടത്തുന്നത് ഒരു സ്പെഷ്യൽ ബുക്കിലാണ്. ദാറ്റ് ബുക്ക് ഈസ് കോൾഡ് ലെഡ്ജർ ഓർ അക്കൗണ്ട്സ്. എന്തിനാണ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നത്, ഒരു ജേർണൽ എൻട്രിയെ നമുക്ക് എങ്ങനെ ലെഡ്ജറിലേക്ക് മാറ്റാം, ഒരു ലെഡ്ജറിനെ എങ്ങനെ ബാലൻസ് ചെയ്യാം, ഒരു അക്കൗണ്ടിനെ എങ്ങനെ കൃത്യമായി ബാലൻസ് ചെയ്യാം, ഈ കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്ലാസിഫിക്കേഷൻ ഫംഗ്ഷനിലേക്ക് പോകാൻ വേണ്ടി ഐ ഓൾറെഡി പ്രിപ്പയർഡ് എ ജേർണൽ. റെക്കോർഡിംഗ് ഫംഗ്ഷനായ ജേർണൽ ഞാൻ ഓൾറെഡി ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചു. ക്യാഷ് അക്കൗണ്ട് അക്വയർഡ് ടു ക്യാപിറ്റൽ, പർച്ചേസ് അക്കൗണ്ട് അക്വയർഡ് ടു ക്യാഷ്, ഫർണിച്ചർ അക്കൗണ്ട് അക്വയർഡ് ടു ക്യാഷ്, ക്യാഷ് അക്കൗണ്ട് അക്വയർഡ് ടു സെയിൽസ്, മനോജ് അക്കൗണ്ട് അക്വയർഡ് ടു സെയിൽസ്, ക്യാഷ് അക്കൗണ്ട് അക്വയർഡ് ടു മനോജ്, റെന്റ് അക്കൗണ്ട് അക്വയർഡ് ടു ക്യാഷ്, സാലറി അക്കൗണ്ട് അക്വയർഡ് ടു ക്യാഷ്. ഒരു ഫേമിന്റെ അകത്ത് 2020 ജാനുവരി 1 മുതൽ ജാനുവരി 31 വരെ ആ ഫേമിൽ നടന്ന ട്രാൻസാക്ഷൻസിനെ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ ജേർണലൈസ് ചെയ്ത് വെച്ചു. ദാറ്റ് മീൻസ് റെക്കോർഡിംഗ് ഫംഗ്ഷൻ ഓൾറെഡി ഓവർ. റെക്കോർഡിംഗ് ഫംഗ്ഷൻ നടത്തുന്നത് അക്കോർഡിംഗ് ടു ദ ക്രോണോളജിക്കൽ ഓർഡർ. ക്രോണോളജിക്കൽ ഓർഡർ മീൻസ് എന്നാണോ അല്ലെങ്കിൽ എപ്പോഴാണോ അത് സംഭവിച്ചത്, ആ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ സംഭവിച്ചത്, ആ ഡേറ്റിനും ആ സമയത്തുമാണ് റെക്കോർഡിംഗ് ഫംഗ്ഷൻ നടത്തുന്നത്. ആ റെക്കോർഡിംഗ് ഫംഗ്ഷനിലേക്ക് നമ്മൾ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജേർണലൈസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി ഒരു അക്കൗണ്ട് ബാലൻസിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ട്. ക്യാഷ് സെയിൽസ് നടത്തിയിട്ടുണ്ട്, ക്യാപിറ്റൽ വന്നിട്ടുണ്ട്, പർച്ചേസ് നടത്തിയിട്ടുണ്ട്, റെന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എത്രയാണ് ഈ മന്തിലെ, ജാനുവരി മന്തിലെ ക്യാഷ് ബാലൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ക്ലാസിഫിക്കേഷൻ ഫംഗ്ഷനിലേക്ക് നമ്മൾ വരുമ്പോൾ, ലെഡ്ജറിലേക്ക് നമ്മൾ വരുമ്പോൾ, അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് നമ്മൾ വരുമ്പോൾ, സിമിലർ ട്രാൻസാക്ഷൻസിനെ, ഒരു ജേർണൽ എൻട്രിയിൽ കാണുന്ന സിമിലർ ട്രാൻസാക്ഷൻസിനെ ഒരു പ്ലേസിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അക്കൗണ്ട് മേക്കിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് ടേമിൽ ഇത് നമ്മൾ ജേർണലൈസിംഗ് എന്നും ലെഡ്ജർ പോസ്റ്റിംഗ് എന്ന് പറയുന്നു. ലെഡ്ജറിലേക്ക്, ജേർണലിൽ കാണുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനെയും അതിന്റെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന രീതിയാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസിങ് എ ഫോർമാറ്റ് ഓഫ് ലെഡ്ജർ. ഒരു ലെഡ്ജറിന് കൃത്യമായ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിനെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യും. ആ ഫോർമാറ്റ് ഡിസ്കസ് ചെയ്ത ശേഷം എങ്ങനെയാണ് ജേർണലിൽ നിന്നും ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് എന്ന് പഠിക്കാം. ലിസൺ. ഒരു ലെഡ്ജർ ഫോർമാറ്റിൽ നമുക്ക് കോളംസ് കാണാൻ സാധിക്കും. ഈ കോളംസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഈ ലെഡ്ജറിനെ ഡിവൈഡ് ബൈ 2 ആക്കാം. ഈ കോളത്തിനെ നമുക്കറിയാം, ഈ ഒരു പോർഷൻ, അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് മറ്റൊരു പോർഷൻ. ഓരോ പോർഷനെയും ഈ പോർഷൻ മുതൽ ബിഗിനിങ് വരെ ദിസ് ഇസ് ഡെബിറ്റ് ഏരിയ. ഈ മിഡിൽ പോർഷനിൽ നിന്നും ദ ലാസ്റ്റ് പോർഷൻ വരെ ക്രെഡിറ്റ് ഏരിയ. ഇങ്ങനെ 2 പോർഷൻ ആയിട്ടാണ് ലെഡ്ജറിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചത്. ഇനി ആ ഓരോ പോർഷന്റെ അകത്തും നമുക്ക് കോളംസ് കാണാം. ദ ഫസ്റ്റ് കോളം ഡേറ്റ്, സെക്കൻഡ് കോളം പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, ജേർണൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ജേർണൽ ഫോളിയോ, amount column, this amount column of debit amount column.
ഈ ഡെബിറ്റിൽ എന്തൊക്കെ കോളംസ് ആണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ സെയിം കോളംസ് നമുക്ക് ക്രെഡിറ്റ് ഏരിയയിൽ കാണാൻ സാധിക്കും. സോ ക്രെഡിറ്റ്, ഡേറ്റ് കോളം, particulars, journal folio and amount. See, this is the format of a ledger, and which ledger you are making, that heading you can give. If it is cash account, we are mentioning cash. If you are making the purchase account, the heading will be purchases account. Capital account ആണെങ്കിൽ capital account heading നമ്മൾ കൊടുക്കും. ഏത് ലെഡ്ജറിനെയാണോ നമ്മൾ പ്രിപ്പയർ ചെയ്തത് അതിന്റെ ഹെഡിങ് കൊടുത്തുകൊണ്ട് എല്ലാ കോളംസിനെയും കൃത്യമായി ഹെഡിങ് കൊടുത്തുകൊണ്ട് നമുക്ക് ലെഡ്ജർ പോസ്റ്റിംഗിലേക്ക് പോവാം. എങ്ങനെയാണ് ജേർണലൈസ് ചെയ്ത ഒരു ജേർണൽ എൻട്രിയെ ഒരു ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുക? കൃത്യമായി നമുക്കൊരു ജേർണൽ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ആ ജേർണൽ എൻട്രിക്ക് അകത്ത് നിന്ന് എത്ര ലെഡ്ജർ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യണം എന്ന് ആദ്യമേ ഐഡന്റിഫൈ ചെയ്ത് വെക്കണം. നമുക്കിവിടെ കാണാൻ സാധിക്കുക 8 ജേർണൽ എൻട്രീസ്. ഈ 8 ജേർണൽ എൻട്രീസിന്റെ അകത്ത് എത്ര ലെഡ്ജർ അക്കൗണ്ടുകൾ വേണം എന്ന് ആദ്യമേ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നു. ഓരോ ജേർണൽ എൻട്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ തീർച്ചയായും നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ക്യാഷ് അക്കൗണ്ട് ഒന്നാമത്തെ ലെഡ്ജർ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. രണ്ടാമത്തേത് ക്യാപിറ്റൽ അക്കൗണ്ട്. സെക്കൻഡ് ജേർണൽ എൻട്രിയിൽ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പൊ മൂന്നാമത്തെ ലെഡ്ജർ അക്കൗണ്ട് പർച്ചേസ് ആയിരിക്കും. ക്യാഷ് ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ട് വീണ്ടും നമ്മൾ ക്യാഷിനെ നോട്ട് ചെയ്യേണ്ട. ഇനി ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ഫോർത്ത് ലെഡ്ജർ റിലേറ്റഡ് ടു ഫർണിച്ചർ. ക്യാഷ് ഓൾറെഡി we having. Cash account debtor to sales, fifth ledger will be sales. Manoj account debtor to sales, sixth ledger related to Manoj. Cash account debtor to Manoj, cash നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. Manoj account already prepare ചെയ്യുന്നുണ്ട്. Rent account debtor to cash, so the seventh ledger account will be rent. Then salary account to cash, eighth transaction, eighth ledger account will be salary. ഇങ്ങനെ എത്ര ലെഡ്ജർ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യണം എന്ന് നമ്മൾ ആദ്യമേ നോട്ട് ചെയ്ത് വെക്കുന്നു. ഇനി ഞാൻ ക്യാഷ് അക്കൗണ്ടിലേക്ക് പോവാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് ഉള്ള ക്യാഷ് അക്കൗണ്ടിലേക്ക് എങ്ങനെ ക്യാഷ് ട്രാൻസാക്ഷനെ പോസ്റ്റ് ചെയ്യാം, എങ്ങനെ ക്യാഷ് അക്കൗണ്ടിനെ ബാലൻസ് ചെയ്ത് ക്യാഷ് ബാലൻസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഈ ഒരു ക്യാഷ് അക്കൗണ്ടിലൂടെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യും. ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഹെഡിങ് എല്ലാം കൊടുത്തു. കോളംസ് എല്ലാം നമുക്കറിയാം. ഡേറ്റ്, particulars, journal folio, debit amount and credit amount. Very important. Cash account, debit amount column, credit amount column. ഇനി ജേർണലിലേക്ക് പോകാം. ക്യാഷുമായിട്ട് കണക്ട് ചെയ്ത ജേർണൽ എൻട്രികൾ നമുക്കറിയാം. ക്യാഷ് അക്കൗണ്ട് അറ്റ് ക്യാപിറ്റൽ, പർച്ചേസ് അക്കൗണ്ട് അറ്റ് ക്യാഷ്, ഫർണിച്ചർ അക്കൗണ്ട് അറ്റ് ക്യാഷ്, ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ്, then Manoj account added to sales. There is no connection with the cash. Cash account added to Manoj, rent account added to cash, salary account added to cash. ഇത്തരത്തിലുള്ള 7 ട്രാൻസാക്ഷൻസും ക്യാഷുമായിട്ട് കണക്ട് ചെയ്തതാണ്. ഒരാളൊഴികെ മനോജ് അക്കൗണ്ട് അറ്റ് സെയിൽസ് ഓൺ 17th January. അതുകൊണ്ട് ഈ ട്രാൻസാക്ഷനെ ഒരിക്കലും നമ്മൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി നമുക്ക് ഒന്നാമത്തെ ട്രാൻസാക്ഷനെ എടുക്കാം. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ. ഒരു ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എമൗണ്ടിനെയാണ്. ഒരിക്കലും എമൗണ്ടിന്റെ കോളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ പാടില്ല. ക്യാഷിന് ഈ ഒരു ട്രാൻസാക്ഷൻ പ്രകാരം ക്യാഷ് ഹാവിംഗ് ദ ഡെബിറ്റ് ബാലൻസ് ഓഫ് 1 lakh. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണ്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്നാണ് ട്രാൻസാക്ഷൻ. ആ ഡെബിറ്റ് ക്യാഷ് ബാലൻസിനെ നമുക്ക് നേരെ ക്യാഷ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ, പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ 1 lakh rupeesന് ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് നമ്മുടെ ക്യാഷ് അക്കൗണ്ടിലും 2 എമൗണ്ട് കോളം ഉണ്ട്. ദിസ് ഇസ് ഡെബിറ്റ് എമൗണ്ട് കോളം ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ക്രെഡിറ്റ് എമൗണ്ട് കോളം. ഈ ക്യാഷിന് ഡെബിറ്റ് എമൗണ്ട് ഓഫ് 1 lakh ആയതുകൊണ്ട് ഈ ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ നമുക്ക് 1 lakh rupees എഴുതി വെക്കാം. ഒരിക്കലും എമൗണ്ടിൽ മാറ്റം സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ നമ്മൾ എമൗണ്ടിനെ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഈ 1 lakh rupees ഫേമിലേക്ക് വരാനുള്ള റീസൺ ആണ് particulars കോളം.
ആ റീസൺ നമുക്കറിയാം, ട്രാൻസാക്ഷൻ വൈസ് അറിയാം, ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ ആണ്. ആ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ ആണ് ഈ റീസൺ. അതുകൊണ്ട് തന്നെ ഫേമിലേക്ക് ക്യാഷ് വന്നത് ക്യാപിറ്റലിലൂടെയാണ്, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ടു ക്യാപിറ്റൽ. ഡേറ്റ് 2020 January 1st. വെരി സിമ്പിൾ മീനിങ്. 2020 January 1st ക്യാപിറ്റലിലൂടെ 1 lakh rupees ക്യാഷ് നമ്മുടെ ഫേമിലേക്ക് എത്തി. ഇങ്ങനെയാണ് ഒരു ലെഡ്ജറിനെ, ഡെബിറ്റ് എമൗണ്ടിനെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ, പർച്ചേസസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. നമുക്ക് ക്രെഡിറ്റിലേക്ക് പോവാം. ഇവിടെ ക്യാഷിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് 30,000. ക്രെഡിറ്റ് എമൗണ്ട് ആണ് 30,000. ക്രെഡിറ്റ് കോളത്തിലാണ് 30,000 rupees കാണാൻ സാധിക്കുന്നത്. ദാറ്റ് മീൻസ് ദിസ് 30,000 rupees ഈ ഒരു ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. 30,000 നമുക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യും. എന്തുകൊണ്ടാണ് 30,000 rupees ക്രെഡിറ്റ് ആയത്? നമ്മൾ പർച്ചേസസ് നടത്തി. January 4th 30,000 rupeesന്റെ പർച്ചേസസ് നടത്തിയത് കൊണ്ട് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഔട്ട്ഫ്ലോ സംഭവിച്ചു. സോ ദ റീസൺ വി ആർ റൈറ്റിംഗ് ബൈ പർച്ചേസസ്. റീസൺ ബൈ പർച്ചേസസ്, ഡേറ്റ് 2020 January 4. ഇങ്ങനെയാണ് ഒരു ഡെബിറ്റ് എമൗണ്ടിനെയും ഒരു ക്രെഡിറ്റ് എമൗണ്ടിനെയും നമ്മൾ പോസ്റ്റ് ചെയ്ത് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ക്യാഷിന്റെ അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോവാം. 8th ഫർണിച്ചർ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. വെരി ഈസിലി വി ക്യാൻ പോസ്റ്റ് ക്യാഷ് അഗൈൻ 20,000 rupees ക്രെഡിറ്റ്. നമ്മൾ വീണ്ടും ക്രെഡിറ്റിലേക്ക് 20,000 rupees എഴുതുന്നു. ഇവിടെയുള്ള റീസൺ എന്ന് പറയുന്നത് ഫർണിച്ചർ പർച്ചേസ് ചെയ്തു ബൈ ഫർണിച്ചർ. ഡേറ്റ് January 8. ഇനി ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് ഓൺ 15th. ക്യാഷിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ആവുമ്പോൾ 20,000 rupees നമ്മൾ എഴുതേണ്ടത് ഡെബിറ്റിലാണ്. എന്താ റീസൺ? ടു സെയിൽസ്. സെയിൽസിലൂടെ നമുക്ക് ക്യാഷ് കിട്ടി ഓൺ 15th January. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ മനോജ് അക്കൗണ്ട് അറ്റ് സെയിൽസ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ സെയിൽസ് ക്യാഷിന്റെ ഒരു ട്രാൻസാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് we can skip the transaction. Then 20 ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു മനോജ്. മനോജിന്റെ കയ്യിൽ നിന്ന് 30,000 rupees നമ്മൾ വാങ്ങുന്നു. ക്യാഷിന് വീണ്ടും ഡെബിറ്റ് ബാലൻസ് 30,000 rupees we can record into debit. Reason to Manoj. Date on 20. Any cash transaction vanu, cash again credit 5,000. The reason will be rent paid. So 5,000 I can record into credit. The reason by rent. Date 28. The last transaction, salary account debtor to cash. Again cash, credit 25,000. 25,000 by salary. Date 31st. Posting over. നമ്മൾ എല്ലാ സിമിലർ ട്രാൻസാക്ഷനെയും ക്യാഷുമായിട്ട് കണക്ട് ചെയ്ത എല്ലാ ട്രാൻസാക്ഷനെയും ക്യാഷ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വേണ്ടത് ഈ പോസ്റ്റിംഗ് കഴിഞ്ഞാൽ ഈ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യണം. ലെഡ്ജറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ബാലൻസിങ് ഓഫ് ലെഡ്ജർ. നമുക്ക് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരു ക്യാഷിന് ആ ഫേമിൽ എന്തൊക്കെ സംഭവിച്ചു. ജേർണലൈസിൽ നമ്മൾ റെക്കോർഡിംഗ് മാത്രമേ നടത്തിയിട്ടുള്ളൂ, ക്രോണോളജിക്കൽ ഓർഡർ. പക്ഷേ ആ ക്യാഷിന്റെ മുഴുവൻ റെസിപ്റ്റും പേയ്മെന്റും ആണ് കൃത്യമായ ക്യാഷ് അക്കൗണ്ടിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഡെബിറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ക്യാഷിന്റെ റെസിപ്റ്റ്സ് ആണ്. ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ക്യാഷിന്റെ ഓൾ പേയ്മെന്റ്സ് ആണ്. നമുക്കറിയാം ടു ക്യാപിറ്റൽ 1 lakh rupees വന്നു. സെയിൽസിലൂടെ 20,000 rupees വന്നു. മനോജിന്റെ കയ്യിൽ നിന്ന് 30,000 rupees കിട്ടി. അതുപോലെ തന്നെ 4 രീതിയിലാണ് നമുക്ക് ക്യാഷ് പേയ്മെന്റ് ഉള്ളത്. ഒന്നാമത്തത് പർച്ചേസസ്, രണ്ടാമത് ഫർണിച്ചർ വാങ്ങിയതിൽ, മൂന്നാമത്തത് റെന്റ് പെയ്ഡ്, നാലാമത്തത് സാലറി പെയ്ഡ്. See, this is the receipt and payment of cash. Then we can balance what amount we having. So that balance we can calculate. That is balancing of ledger.
ലെഡ്ജർ ബാലൻസ് ചെയ്യുന്നതിന് മുമ്പേ ഒരു ചെറിയ തിയറി പോർഷൻ നമ്മൾ നോക്കി വെക്കണം. ദാറ്റ് മീൻസ് അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 3 രീതിയിലാണ് അക്കൗണ്ടിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ തിയറി ചാപ്റ്ററിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. Real account means it is related to assets of the firm. Personal account is related to person and artificial person like Manoj account, any company's account, XYZ Limited account, any university account, any bank account, it is under on personal account. The nominal account is related to all expenses and losses and incomes and gains. For example, salary, rent, sales, it is under nominal account. So real account, personal account and nominal. ലെഡ്ജർ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യുമ്പോൾ നോമിനൽ അക്കൗണ്ട് ഒരിക്കലും നമ്മൾ ബാലൻസ് ചെയ്ത് ക്യാരി ഡൗണും ബ്രോ ഡൗണും ചെയ്യാറില്ല. ഇറ്റ് ഈസ് ഡയറക്ട്ലി ട്രാൻസ്ഫറിംഗ് ടു അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ദെൻ റിയൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും നമുക്ക് ബാലൻസ് ചെയ്യാം. റിയൽ അക്കൗണ്ടുകളെ ബാലൻസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഫർണിച്ചർ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം, ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം, നമുക്ക് എനി അസറ്റ്സ് അക്കൗണ്ട് നമുക്ക് ബാലൻസ് ചെയ്യാം. പേഴ്സണൽ അക്കൗണ്ട് ആയ മനോജിന്റെ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം, കമ്പനിയുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം, യൂണിവേഴ്സിറ്റി അക്കൗണ്ട് ബാലൻസ് ചെയ്യാം, ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ഇങ്ങനെ റിയൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും മാത്രമേ നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. റിയൽ അക്കൗണ്ടിന് എക്സാമ്പിൾ ആണ് ക്യാഷ് അക്കൗണ്ട്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഇവിടെ ബാലൻസ് ചെയ്യാൻ പോകും. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് എമൗണ്ട് കോളവും ക്രെഡിറ്റ് എമൗണ്ട് കോളമാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരു ടോട്ടൽ ലൈൻ വേണം. ആ ടോട്ടൽ ലൈൻ നമ്മൾ വരയ്ക്കുന്നു. ഡബിൾ ലൈൻ വെച്ച് ക്ലോസ് ചെയ്ത് നമുക്ക് ഫ്രീ ആയി നിൽക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് എമൗണ്ട് കോളമാണ് വലുത് എന്ന് നമുക്ക് നോക്കാം. ഡെബിറ്റ് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ഡെബിറ്റ് കോളത്തിൽ 1 lakh ഉണ്ട്, 20 ഉണ്ട്, 30 ഉണ്ട്. 1,50,000 ഇവിടെ തന്നെ ഉണ്ട്. ക്രെഡിറ്റ് ആണെങ്കിൽ ചെറിയ എമൗണ്ടുകളാണ്. തീർച്ചയായും ഡെബിറ്റ് എമൗണ്ട് കോളമാണ് വലുത്. ആ 1,50,000 റുപ്പീസിനെ നമുക്ക് ഈ എമൗണ്ട് കോളത്തിൽ റെക്കോർഡ് ചെയ്യാം, ടോട്ടൽ കോളത്തിൽ റെക്കോർഡ് ചെയ്യാം. സെയിം 1,50,000നെ ക്രെഡിറ്റിന്റെ ടോട്ടലിലേക്കും റെക്കോർഡ് ചെയ്യും. അതിനുശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ 3 എമൗണ്ടുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1,50,000 കിട്ടും. പക്ഷേ ക്രെഡിറ്റിലുള്ള ഈ 4 എമൗണ്ടുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1,50,000 കിട്ടില്ല. നമുക്ക് നോക്കാം. 30,000 പ്ലസ് 20,000, then 5,000, then 25,000. ഈ എമൗണ്ടുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 80,000 റുപ്പീസ് ആണ്. ദാറ്റ് മീൻസ് ഇവിടെ ഒരു മിസ്സിംഗ് എമൗണ്ട് ഉണ്ട്. അപ്പൊ ടോട്ടൽ ചെയ്ത് കൃത്യമായി കിട്ടണമെങ്കിൽ ആ മിസ്സിംഗ് എമൗണ്ട് ഏതാണോ ആ മിസ്സിംഗ് എമൗണ്ട് ആണ് നമ്മുടെ ആൻസർ, ക്യാഷ് അക്കൗണ്ടിന്റെ ബാലൻസ്. അതായത് 1,50,000 ഡെബിറ്റിലെ ടോട്ടൽ ആണ്. അതിൽ നിന്ന് ക്രെഡിറ്റിന്റെ ടോട്ടൽ ആയ 80,000 റുപ്പീസ് നമുക്ക് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന 70,000 ആണ് നമ്മുടെ ക്യാഷിന്റെ ബാലൻസ്. ഈ 70,000 റുപ്പീസ് ആയിരിക്കും ക്യാഷ് അക്കൗണ്ടിന്റെ ബാലൻസ്. സോ 1,50,000 ഡെബിറ്റ് ടോട്ടൽ, 80,000 റുപ്പീസ് credit total, then we are minusing 70,000 rupees is the answer of cash account. എങ്ങനെയാണ് ഈ ആൻസർ ലെഡ്ജറിൽ നമ്മൾ എഴുതാൻ പോകുന്നത്? ആ മിസ്സിംഗ് ഫിഗറിനെ 70,000 റുപ്പീസിനെ നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യും. ടോട്ടൽ ലൈൻ എടുത്ത് അവിടെ 70,000 റുപ്പീസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് അവിടെ 1,50,000 റുപ്പീസ് കിട്ടും. ഈ 70,000 ആ ലെഡ്ജർ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്തത് last day of that month, 31st January, by balance carried down. We are recording by balance C bar D, carried down 70,000. Then the same 70,000 rupees we will transfer to next day. Next day means this is January 31st. Then February 1 onwards, we will use that 70,000 rupees in the firm. So that 70,000 rupees we will transfer to February, that is
1st February 2020 to balance brought down 70,000 completed. This is the balancing of ledger account. If you are getting the minus figure or missing figure in the debit side, here it is carry down and brought down. ഇവിടെയാണ് നിങ്ങൾക്ക് മിസ്സിംഗ് ഫിഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ carry down and brought down. ഇങ്ങനെയാണ് ഒരു ലെഡ്ജർ അക്കൗണ്ടിനെ നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ഇനി ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത പോലെ നമ്മൾ ജേർണലൈസിംഗിൽ നോട്ട് ചെയ്ത് വെച്ച മുഴുവൻ ലെഡ്ജറിനെയും നമ്മൾ ഇതുപോലെ പ്രിപ്പയർ ചെയ്യണം. അതായത് സെക്കൻഡ് വൺ ക്യാപിറ്റൽ അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, മനോജ് അക്കൗണ്ട്, റെന്റ് അക്കൗണ്ട്, സാലറി അക്കൗണ്ട്, ഈ അക്കൗണ്ടുകളൊക്കെ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, when we are balancing the ledger account, only real and personal account, നോമിനൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യാൻ പാടില്ല. നേരെ നമ്മൾ അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ സാലറി അക്കൗണ്ട് ഇസ് an example of nominal, റെന്റ് അക്കൗണ്ട്, അതുപോലെ തന്നെ പർച്ചേസസ് അക്കൗണ്ട് ആൻഡ് സെയിൽസ് അക്കൗണ്ട്, ഇതെല്ലാം നോമിനൽ അക്കൗണ്ടിന് എക്സാമ്പിൾസ് ആണ്. അങ്ങനെ കൃത്യമായി ഒരു ജേർണൽ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഫംഗ്ഷനായ ക്ലാസിഫിക്കേഷൻ വളരെ കൃത്യമായി അക്കൗണ്ടിങ്ങിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും.